കുറേ നാൾക്ക് ശേഷമാണ് ഞാനും ഉമ്മായും അയാനും കൂടെ ഒന്ന് പുറത്തോട്ട് പോകുന്ന വേറെ ഒന്നിനുമല്ല, നമ്മുടെ അടുക്കളയിലെ കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട്. പുട്ടുപൊടി, ഗോതമ്പൊടി, അരിപ്പൊടി, അങ്ങനെയുള്ള സാധനങ്ങൾ. ചെന്ന് കയറിയ ഉടനെ ഒരു ട്രോളി എടുത്ത് ഇവനെ അവിടെ അടക്കിയിരുത്തണം, ഇല്ലെങ്കിൽ സാധനങ്ങൾ ബാക്കിയുള്ളൊന്നും നടക്കൂല. അവസാനം ഉമ്മാക്ക് പുട്ടുപൊടി ഒന്നും ഇഷ്ടപ്പെട്ടില്ല. പുട്ട് പൊടിക്ക് തരി കുറവാണെന്ന് പറഞ്ഞ് അവിടെ ഉള്ള പുട്ടുപൊടി ഒന്നും എടുക്കാതെ ആവശ്യമില്ലാത്ത എന്തൊക്കെയോ സാധനങ്ങൾ വാങ്ങിച്ച് കുറേ സ്നാക്സൊക്കെ വാങ്ങിച്ച് അത് മാത്രം വാങ്ങിച്ച് ബില്ലടിച്ച്. പൊടി വാങ്ങാൻ പോയിട്ട് അവസാനം സ്നാക്സ് മാത്രം വാങ്ങിക്കൊണ്ട് തിരിച്ചു വന്നിട്ട് ആ സ്നാക്സിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ എടുത്ത് തിന്നണ്ടേ, ഇല്ലെങ്കിൽ നമുക്കൊരു മനസ്സിനൊരു വെപ്രാളമില്ലേ. അങ്ങനെ പിന്നെ ഡ്രസ്സ് പോലും മാറ്റാതെ തലമുടി കവുത്തിട്ട് അതൊക്കെ വരുത്തുന്നു. ആ തിന്നലെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ഡ്രസ്സ് മാറ്റിയില്ലല്ലോ എന്ന് ഓർമ്മ വന്ന് അങ്ങനെ പോയി ഡ്രസ്സൊക്കെ മാറ്റി വന്നപ്പോൾ അടുക്കളയിൽ വേറെ ഒരു സംരംഭം നടക്കുന്നു. ഇവൻ ഡ്രാഗൺ ഫ്രൂട്ട് കണ്ടിട്ട് ഡ്രാഗൺ ഫ്രൂട്ടിന് വേണ്ടിയിട്ട് സ്വന്തമായിട്ട് തലയൊക്കെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്നു. പിന്നെ അത് എൻ്റെ കാര്യത്തിൽ പെടുന്ന കാര്യമല്ല, അതുകൊണ്ട് അത് ഉമ്മ നോക്കിക്കോളൂ. അങ്ങനെ ഉമ്മ അവന് ഡ്രാഗൺ ഫ്രൂട്ടൊക്കെ അരിഞ്ഞു കൊടുത്ത്. അത് കഴിഞ്ഞ് എൻ്റെ പണിയാണ് പിന്നെ ചായ ഇടൽ. ഈ വൈകുന്നേരത്തെ ചായ ഇടൽ എന്തിനെന്ന് വെച്ചാൽ, ഇന്ന് പോയപ്പോൾ ഒരു മില്ലറ്റ് നൂഡിൽസ് വാങ്ങിച്ച് അതിന് വേണ്ടി മാത്രമാണ് ഈ ചായ ഇടൽ. ഈ മില്ലറ്റ് നൂഡിൽസ് എന്ന് പറഞ്ഞാൽ ഞാൻ വലിയൊരു പാക്കറ്റ് എടുത്തു. അപ്പോൾ ഉമ്മ പറഞ്ഞ് ഇത് കൊള്ളൂലെങ്കിലോ അവസാനം പൈസ പോണത് മിച്ചം, അതുകൊണ്ട് നീ ചെറിയൊരു പാക്കറ്റ് എടുത്താൽ മതി എന്ന് പറഞ്ഞ് ചെറുതെടുത്തത് നന്നായി. വായിൽ വയ്ക്കാൻ കൊള്ളൂലായിരുന്നു, ഒരു വഹയ്ക്ക് കൊള്ളൂല, ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് മാത്രം ഉമ്മാക്ക് വെച്ച് നീട്ടി. അത് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ പീസ് വന്ന് കരഞ്ഞുകൊണ്ടിരുന്നു. അവന് നൂഡിൽസ് കണ്ടപ്പോൾ എന്തോ വലിയൊരു കൗതുകം. അങ്ങനെ അവനും കൊടുത്ത്, അവനും അത് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ അതിനെ പിന്നെ ഉമ്മാരെ തലയിൽ അടിച്ചേൽപ്പിച്ചിട്ട് ഉമ്മാക്കും അതോ ഇഷ്ടപ്പെടാത്തതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ അത്രേ ഉള്ളൂ. ഓക്കെ, ബൈ.